ഇറാന്റെ സുരക്ഷാ മേധാവി അലി ലാരിജാനിയും ഉന്നത കമാൻഡറും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ. മിഡിൽ ഈസ്റ്റിൽ അതിവേഗം ശക്തി പ്രാപിക്കുന്ന യുദ്ധം നടക്കുന്നതിനിടയിൽ ഇറാന്റെ സുരക്ഷാ മേധാവി അലി ലാരിജാനിയെ രാത്രിയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ സൈന്യം ലക്ഷ്യമിട്ടതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉന്നത സൈനിക ഭരണ നേതൃത്വങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ സുരക്ഷാ മേധാവി അലി ലാരിജാനി കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇറാനിയൻ അർദ്ധ സൈനിക വിഭാഗമായ ബാസിജിന്റെ കമാൻഡർ ഗുലാം റെസ സുലൈമാനിയും കൊല്ലപ്പെട്ടു. ബാസിജിന്റെ ആസ്ഥാനങ്ങൾ തകർത്തതിനെ തുടർന്ന് പുതുതായി നിർമ്മിച്ച താൽക്കാലിക ക്യാമ്പിൽ വെച്ചാണ് സുലൈമാനിയെ ഇസ്രായേൽ വകവരുത്തിയത്. അദ്ദേഹത്തോടൊപ്പം ബാസിജിന്റെ ഓഫീസ് കമാൻഡറും മറ്റ് നിരവധി ഉന്നത ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായി IDF അവകാശപ്പെടുന്നുണ്ട്. ഇറാനിലെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിൽ പങ്കുവഹിച്ചിരുന്ന വിഭാഗമാണ് ബാസിജ്. അതേസമയം ഇക്കാര്യത്തിൽ ഇറാന്റെ സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. ഇറാനിയൻ ഭരണകൂടത്തിലെ അതിശക്തനായ കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് അലി ഖമേനിയുടെ വലങ്കൈയുമായിരുന്ന അലി ലാരിജാനിയെ ലക്ഷ്യമിട്ടാണ് ടെഹ്റാനിൽ രണ്ടാമത്തെ ആക്രമണം നടന്നത്. ഇറാനിയൻ നേതാക്കൾക്ക് പുറമെ പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് നേതാവ് അക്രം അൽ അജൗറിയെയും സംഘത്തെയും ഇസ്രായേൽ ലക്ഷ്യം വെച്ചു. ബുധനാഴ്ച നടന്ന ആക്രമണത്തിൽ അൽ അജൗറി കൊല്ലപ്പെട്ടതായി സൈന്യം വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇത് സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഗാസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഇവർ ടെഹ്റാനിലെ ഒരു സുരക്ഷിത കേന്ദ്രത്തിൽ ഒളിച്ചു കഴിയുമ്പോഴാണ് ആക്രമണം ഉണ്ടായത്. IDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ അദ്ദേഹം സമീർ ഈ സൈനിക വിജയങ്ങളെ ശരിവെച്ചു. രാത്രിയിൽ നടന്ന ഓപ്പറേഷനുകൾ വഴി ശത്രുപക്ഷത്തെ നിർണായക നേതാക്കളെ വകവരുത്താൻ സാധിച്ചു. ഇത് വരാനിരിക്കുന്ന സൈനിക നീക്കങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പലസ്തീനുമായി ബന്ധപ്പെട്ട വിദേശ ശക്തികളെ ഇറാന്റെ മണ്ണിൽ തന്നെ നേരിടുന്നത് സൈന്യത്തിന്റെ ലക്ഷ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാത്രമല്ല, ഇറാൻ യുദ്ധം ഇന്ന് 18ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അലി ലാരിജാനി മുസ്ലിം ലോകത്തെ അഭിസംബോധന ചെയ്ത് വെറും 24 മണിക്കൂറിന് ശേഷമാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരായ പോരാട്ടത്തിനോടുള്ള ടെഹ്റാന്റെ അചഞ്ചലമായ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിച്ചു. ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കിടയിലുള്ള ഐക്യമില്ലായ്മയെ വിമർശിച്ച അദ്ദേഹം സൈനിക സമ്മർദ്ദം തുടരുന്നുണ്ടെങ്കിലും ഇറാൻ പിന്നോട്ടു പോകില്ലെന്ന് തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. ഇറാൻ ആക്രമണത്തിന് ഇരയായപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുടെ പിന്തുണയുടെ അഭാവമായി തോന്നിയതിൽ ലാരിജാനി നിരാശ പ്രകടിപ്പിച്ചു. ഇറാൻ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ചർച്ചകൾക്കിടെ നടന്ന ഒരു വഞ്ചനാപരമായ അമേരിക്കൻ സൈനിസ്റ്റ് ആക്രമണത്തിന് ഇറാൻ വിധേയമായി. ഈ ആക്രമണം ഇസ്ലാമിക വിപ്ലവത്തിന്റെ മഹാനായ നേതാവിന്റെയും നിരവധി സിവിലിയന്മാരുടെയും സൈനിക കമാൻഡർമാരുടെയും രക്തസാക്ഷിത്വത്തിലേക്ക് നയിച്ചുവെന്നും അദ്ദേഹം തിങ്കളാഴ്ച പറഞ്ഞു. അതേസമയം ഇസ്രായേലിന് നേരെ വൻതോതിലുള്ള മിസൈൽ ആക്രമണങ്ങളും ഗൾഫ് അടിസ്ഥാന സൗകര്യങ്ങളിൽ ഡ്രോൺ ആക്രമണങ്ങളും ഇറാൻ നടത്തിയതോടെ മേഖലയിലെ സ്ഥിതി അതിവേഗം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് UAE തങ്ങളുടെ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചിടുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.